എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കർക്കിടക സംക്രമമാണ്. ഭയങ്കര മഴയാണ് ഇവിടെ തൃശ്ശൂരൊക്കെ. ഇന്നലെയും അതേ കേട്ടോ, നല്ല മഴയായിരുന്നു. ഇന്നും അതുപോലെ തന്നെ രാവിലെ തൊട്ട് ഫുള്ള് മഴയാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാതിരുന്ന് പലരും കമൻറ്റ് ബോക്സിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇത്തിരി നേരത്തെ ചെയ്തിട്ട് വേഗം അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷേ ഈ മഴ പെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് നെറ്റ് ഇത്തിരി സ്ലോ ആയിട്ട് കിട്ടുള്ളൂ. എന്നാലും മാക്സിമം വേഗം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ 10th ബാച്ചിൻ്റെ ഒരു ട്രിപ്പ് പോകുന്നൊക്കെ. അപ്പോൾ ട്രിപ്പൊക്കെ പോയി വന്നു, അതിൻ്റെ ക്ഷീണമൊക്കെ തീർത്തു. രാവിലെ നേരത്തെ എണീറ്റിട്ട് വേഗം ജോലികൾ തീർത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ ഒന്ന് വിചാരിച്ചു. പിന്നെ അത്രയ്ക്ക് വലിയ കാടും മലയും കുന്നൊന്നും കയറി കുറേ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞിട്ടുള്ള യാത്രയൊന്നുമല്ലായിരുന്നു. ചെറിയൊരു ട്രിപ്പായിരുന്നു, നമ്മുടെ തൃശ്ശൂരിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചെറിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലുതായിട്ട് ക്ഷീണമില്ല. പിന്നെ നമുക്ക് ഇന്ന് പിള്ളേർക്ക് ക്ലാസ്സൊന്നുമില്ല. നമ്മുടെ കളക്ടർ മാമൻ, ആലപ്പുഴയിൽ നിന്ന് വന്ന കളക്ടർ മാമനാണ് നമ്മുടെ പിള്ളേരെ ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ഇപ്പോൾ കൃഷ്ണ തേജ സാറാണ് കളക്ടർ. അപ്പോൾ ആദ്യമായിട്ടാണ് മഴ കാരണം തൃശ്ശൂരിന് ഒരു മുടക്ക് കൊടുക്കുന്നത്. ഇവിടെ വല്ലാതെ അങ്ങനെ മഴ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം കളക്ടർ അവധി പ്രഖ്യാപിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. അതെന്താണെന്നറിയില്ല, തിങ്കളാഴ്ചയ്ക്ക് പിള്ളേർക്ക് സ്കൂളിൽ പോകാനായിട്ട് ഒരു ചെറിയ വലിച്ചിലുണ്ടാവും. അതിൻ്റെ കൂടെ അവധിയാന്നും കൂടി കേൾക്കുമ്പോൾ കുറച്ച് സന്തോഷമാണ്. അപ്പം ആൾ പറയും ആൾ ആലപ്പുഴയുള്ള സമയത്ത് എത്ര ദിവസം മുടക്ക് കൊടുക്കാറെന്ന്. അതാളുടെ കുഴപ്പമല്ല. ആലപ്പുഴ കുറച്ച് താഴെ കിടക്കുന്ന ജില്ലയായതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് കയറും. അതുകൊണ്ടാണ് നമ്മുടെ തൃശ്ശൂർ ഇപ്പോൾ കളക്ടർമാരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, വല്ലാതെ മഴ പെയ്താൽ മാത്രം അവധി പ്രഖ്യാപിച്ചാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അവരെ കോളേജിനും എല്ലാം അവധിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഉപ്പേരിയാണ്. ഇത് ലച്ചുവിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതാ കറണ്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ വെച്ച് വീഡിയോ എടുക്കൽ നിർത്തി. അതെല്ലാം കൂടി ഒരു ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടപ്പോൾ ശരിയായി. അപ്പോൾ എനിക്ക് മുന്നേ അറിയായിരുന്നല്ലോ ഈ സംക്രമത്തിൻ്റെ തലേദിവസം നമ്മൾ യാത്ര പോവുകയാണെന്നൊക്കെ. അപ്പോൾ അതിന് മുന്നേ കൂട്ടി തന്നെ ഞാനൊരു പ്രാവശ്യം എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ ഒന്ന് ഒരുവിധം എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അങ്ങനെ വലിയ ചടങ്ങുകൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, പോർക്ക് മേടിച്ച് വയ്ക്കും. അതുപോലെ തന്നെ ഗ്രാൻഡായിട്ട് ഭക്ഷണമൊക്കെ പപ്പടമൊക്കെ കാച്ചും, അങ്ങനെ കറിയൊക്കെ വയ്ക്കും, അങ്ങനെയൊക്കെ. പിന്നെ ക്ലീനിങ് നന്നായി ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞായറാഴ്ച ദിവസം ട്രിപ്പുള്ളത് കൊണ്ട് തന്നെ അന്നധികം ജോലി ചെയ്യാനായിട്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുന്നേ കൂട്ടി ഞാൻ ജോലികളൊക്കെ തീർത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ഒരു കുട്ടി സാമ്പാർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിലുള്ള സാമ്പാറാണ് കേട്ടോ. നമ്മൾ വറുത്തരയ്ക്കണം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പരിപ്പ് ഓൾറെഡി നമ്മൾ കുതിർത്തിയിട്ടത് ഒന്ന് വേവാൻ കുറച്ച് നേരമായി. തിളച്ച് കഴിഞ്ഞപ്പോൾ സിമ്മിലിട്ടിട്ട് അതങ്ങനെ വേവാനിട്ടൊക്കെയാണ്. ഇനി ജസ്റ്റ് വെണ്ടക്കായ, ഒരു തക്കാളി എടുക്കണില്ല, സവോളയും മാത്രം ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞ് സാമ്പാറാണ്. അതുപോലെ തന്നെ പൊടികൾ ചേർത്തിട്ടാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിൽ ഈ വെണ്ടക്കായ പീസുകളൊന്നും വാട്ടി കൊടുക്കുന്നുണ്ട്. വാട്ടി തന്നെ അത്യാവശ്യം വെന്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നമ്മളത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർത്തിയത് അതിൻ്റെ തൊലിയോ കുരുവോ അങ്ങനെയൊന്നും പെടാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചു കൊടുക്കുക. എന്നിട്ട് അതങ്ങ് തിളപ്പിക്കാൻ വയ്ക്കുക. അത് കഴിഞ്ഞാൽ വെന്ത പരിപ്പിലേക്ക് അങ്ങ് ചേർത്ത് കടുക് വറുക്കുക. ഇത്രയായിട്ട് കടുക് ഓൾറെഡി വറുത്തിട്ടാണ് വെണ്ടക്കായ ഇട്ടേക്കണേ. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള എളുപ്പത്തിലുള്ള പരിപ്പാണ്. പിന്നെ സാമ്പാറാണ് ഏറ്റവും ചെറിയ കൽച്ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി വെക്കുന്നുള്ളൂ കേട്ടോ. വെറുതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറേ വേസ്റ്റാക്കി കളയാൻ പാടില്ലല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ചും പലചരക്ക് സാധനങ്ങൾക്കായാലും പച്ചക്കറിക്കായാലും എല്ലാം നല്ല വിലയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ കുറേ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ചെയ്ത് കളയരുത്. ഉപയോഗിക്കുന്ന ഉറപ്പ് വേണം. പിന്നെ കർക്കിടകം ഒന്നാണല്ലോ അടുത്ത ദിവസം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് അങ്ങനെ പഴയത് അങ്ങനത്തെ ഒന്നും എടുത്ത് വയ്ക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ കുറച്ചായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലീനിങ്ങും അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇങ്ങനെ 10 തരം ഇലകൾ, പൂവുകൾ, ദശപുഷ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള എന്തൊക്കെയോ ശീവേലിക്ക് വയ്ക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി മുഴുവൻ എനിക്ക് വലിയ ധാരണയില്ല. നമ്മൾ അറിയാതെ വെറുതെ മുഴുവനും ചെയ്യുന്ന പരിപാടി ബുദ്ധിമുട്ടാണല്ലോ. കുറേ പേരൊക്കെ അതിൻ്റെ ശാസ്ത്രീയമായി കറക്റ്റായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യൂട്ടാ. എനിക്കതൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്.
പിന്നെ വീട്ടിലായാലും ഇവിടെയായാലും അങ്ങനെ സംക്രാന്തി വരുമ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കുക, കഴുകി തുടച്ച് ക്ലീൻ ചെയ്ത് ഇടുക, മുറ്റം പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കുക, അങ്ങനത്തെയൊക്കെ ചെയ്യുന്നല്ലാതെ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ. പണ്ടൊക്കെ പ്രിയയുടെ അമ്മായി ആ ചേച്ചി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ ചേട്ടാ ഭഗവതീനെ പുറത്താക്കിയിട്ട് ലക്ഷ്മി ഭഗവതീനെ നമ്മുടെ വീട്ടിൽ കൂടിയിരുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരുവിധം ഒക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ആയിട്ടുള്ള ചേട്ടാ ഭഗവതീനെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഐശ്വര്യത്തിൻ്റെ ഭഗവതി നമ്മുടെ വീട്ടിലേക്ക് വരുമോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. ഇപ്പോൾ ദാ അപ്പം നമുക്ക് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജിയൊക്കെ കളഞ്ഞ് ഒരു പോസിറ്റീവ് വൈബാക്കി എടുക്കുക. അത്രേ പണ്ടുള്ള കാരണവർ, പിന്നെ പണ്ടുള്ള കാരണവന്മാർ ഇങ്ങനെ പോസിറ്റീവ് വൈബ് എന്നൊന്നും പറയില്ല. അതിന് നമ്മൾ ലക്ഷ്മി ദേവി, ഐശ്വര്യ അങ്ങനെയൊക്കെ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ നല്ല കിഡുമായിട്ടില്ലേ, കാണാനും നല്ല ലുക്കായിട്ടില്ലേ. ഇത് 1 ലിറ്ററിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരിക്കലും വിചാരിച്ചില്ല ഇതിൽ ഞാൻ സാമ്പാർ വയ്ക്കുന്നത്. നമ്മൾ ഈ സ്റ്റൂ അങ്ങനത്തെ ചെറിയ ഐറ്റംസൊക്കെ വെക്കാമെന്ന് വെച്ചാലും ഓവർ ക്യൂട്ട്നെസ് കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചേക്കണേ. പ്രത്യേകിച്ച് ഉപയോഗമൊന്നും നടക്കില്ല എന്ന് തന്നെ എനിക്ക് മുന്നേ അറിയാം. പക്ഷെ എന്നാലും ഞാൻ ചെറുതായിട്ട് മോര് കറി വെക്കും, മോര് കാച്ചും, അതുപോലെ തന്നെ കുഞ്ഞ് സാമ്പാറൊക്കെ വെക്കും. അപ്പോൾ ഭരതേട്ടൻ രാവിലെ ഇന്ന് എന്തായാലും തിങ്കളാഴ്ചയാണല്ലോ, കളക്ടർ അവധി പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിച്ചില്ലെങ്കിലും ഭരതേട്ടന് മഴയും കൊണ്ട് തെരപാര ഓടണം, അത് ഭരതേട്ടൻ്റെ ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ വേഗം തന്നെ എനിക്ക് പോർക്ക് വാങ്ങിച്ച് കൊടുന്നു തന്നു. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഒന്നും വാങ്ങിക്കലില്ല, അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിക്കും, മിക്കവാറും ചിലപ്പോൾ ഞായറാഴ്ചയൊക്കെ ആയിരിക്കും. അങ്ങനെ ഇതിപ്പോൾ തിങ്കളാഴ്ചയാണ്, പിള്ളേർക്ക് മുടക്കം കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ആൾ പോയി വാങ്ങിച്ചത്. പിന്നെ കുറേ ദൂരമൊന്നുമില്ല, ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് പാഡിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ പോലും നമ്മൾക്ക് അതിൽ ഒരുപാട് വേസ്റ്റോ കുറേല്ലോ അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാവില്ല. ഉള്ളത് മൊത്തം നല്ല തന്നെയായിരിക്കും. പിന്നെ കുറച്ചിങ്ങനെ എക്സ്ട്രാ ആയിട്ടുള്ള കൂടുതൽ നെയ്യോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കളയാന്നല്ലാതെ ഒട്ടും നമുക്ക് വേസ്റ്റേജ് ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം അതിൻ്റെ പരിപാടി നോക്കുകയാണ്. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യാണ്, ഇടയ്ക്കൊക്കെ കറണ്ട് വന്നും പോയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം സാമ്പാറൊക്കെ നമുക്ക് ഇതുപോലെ ഇതിനിപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടുന്നതിന് പകരം സാമ്പാർ പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത്ര പോലും പണിയില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചെറിയ പീസാക്കിയിട്ട്, ഞാൻ അങ്ങനെ കുറേ വലിയ പീസാക്കിയിട്ടല്ല ഇത് എപ്പോഴും വയ്ക്കണത്, ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കുക്കറിൽ ജസ്റ്റ് നല്ല വിസിൽ വരുന്നതോട് കൂടിയിട്ട് ഒന്ന് സിമ്മാക്കിയിടും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്, അത് കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പീസാക്കിയിട്ട്, അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യണത് ആ കട്ട് ചെയ്ത പീസിനേക്കാളും പിന്നെയും ഒരു 1/3 ആയിട്ട് അതിൻ്റെ സൈസ് ചുരുങ്ങി പോകുന്നു തോന്നുന്നു. പിന്നെ ഇതിങ്ങനെ ഒരു റോസ്റ്റ് പോലെ വെക്കാനാണ്, കറിയായിട്ട് വെക്കാനല്ല. അപ്പോൾ നന്നായിട്ട് എനിക്ക് ഇവിടെ ഭരതനായാലും അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് മുളക് മസാലയൊക്കെ നന്നായി പിടിക്കും. അപ്പോൾ ഇതാ നമ്മൾ മസാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ചെറിയ കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, ഒരു ഏലക്ക, ഇത്രയും സംഭവങ്ങൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. പുതിയതായിട്ട് നമ്മൾ സാധാരണ കുരുമുളകും പെരിഞ്ജീരകവും ആണ് മെയിനായിട്ട് ഉപയോഗിക്കാറ്. അതിൻ്റെ അഡീഷണലായിട്ട് ഇത് 3ഉം ഇത്രയും അളവിൽ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഈ കുരുമുളകിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും ഫ്ലേവറാണ് ഇതിന് അടിപൊളി. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇത് അരയ്ക്കുന്നതിൻ്റെ ഒപ്പം ചെറുതായിട്ട് കടുക് അരയ്ക്കും. അപ്പോൾ കടുക് അങ്ങനെ ചൂടാക്കിയിട്ടൊന്നും അരയ്ക്കണമെന്നില്ല, പച്ചക്കടുക് അരച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതുപോലത്തെ പോർക്ക് പോലത്തെ ഐറ്റംസൊക്കെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് തന്നെയാണ് വെക്കണേ. എന്നാൽ തന്നെയും എന്തെങ്കിലും അലർജിയോ വയറുവേദന പ്രശ്നം അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഈ കടുക് കൂടി അരയ്ക്കണേ കേട്ടോ. നമുക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ചൂടാക്കിയെടുക്കാം. മുളക് പൊടി കുറേ അധികം ആവശ്യമില്ല, കാരണം നമ്മൾ അത്യാവശ്യം പച്ചമുളക് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുറക്കിനൊക്കെ ശരിക്കും കുരുമുളകാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണേ, മുളക് പൊടി അതിനത്ര മാച്ചിങ് അല്ല. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് കീറി അത് വഴറ്റി ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും കൂടി ആകുമ്പോൾ നമ്മളത് ഒക്കെ കണക്കാക്കണം. ഇതൊക്കെ പ്രദാനം ചെയ്യുന്ന എരിവ് എന്ന് പറയുന്നത് വികാരം എന്ന് പറയുന്നത് എരിവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് നമ്മൾ കൂടുതലെടുക്കുമ്പോൾ അവിടെ ഒന്ന് കുറയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കടുക് ചേർത്താൽ നല്ലതാണ്. അപ്പോൾ അതാ ഇത്രയും കടുക് അതിൽ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചട്ടി നമ്മൾ പറഞ്ഞല്ലോ എപ്പോഴും കറി വെച്ച വഴിക്ക് കൈയോടെ കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ തോരനൊക്കെ അവിടെ മാറ്റിയതിന് ശേഷം പാത്രം കഴുകി വൃത്തിയാക്കി വീണ്ടും കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ചേർക്കുന്നില്ല, അതിൻ്റെ തന്നെ നെയ്യ് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇത് കറി വെച്ച് കഴിഞ്ഞാലും ഇതിൽ എക്സസ് ആയിട്ട് നെയ്യുള്ളത് നമ്മൾ മാറ്റി വയ്ക്കും കേട്ടോ.
അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കുരുമുളകും പെരിഞ്ജീരകവും അത് ചൂടാക്കിയത്, അതുപോലെ തന്നെ മസാലകളെല്ലാം കൂടി പൊടിച്ച് അതൊരു ബോട്ടിലാക്കി ഇട്ട് വയ്ക്കുക, വെറുതെ അതിൻ്റെ മണം കളയണ്ടാച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാളിന് ഇന്ന് ഹോളിഡേ ആണ്, അപ്പോൾ അവൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി, 2-3 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ അതിൽ നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളത് വേറെ, അതിലേക്ക് കട്ട് ചെയ്തിടാനുള്ള വേറെ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തത് വേറെയും തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും ആൾ നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിക്ക് കുറച്ചും കൂടി തിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ആദ്യം ഇടുന്നുണ്ട്. സവോള പിന്നെ നമ്മൾ സ്ലൈസായിട്ട് അരിയുമ്പോൾ അത്ര കനലിലോ, അപ്പോൾ അത് ഇതിൻ്റെ ഒരു 1/4 സ്റ്റേജിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കാരണം ഉപ്പിട്ടിട്ട് വഴറ്റുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. പിന്നെ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ, നല്ല മൂത്ത ഉള്ളിയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സവോള ഇതിലേക്ക് സവോളയായിട്ട് ചേർക്കുന്നുള്ളൂ. നമ്മൾ ഇത്രയും ഉള്ളി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ സവോള ഒരു സവോളയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി 2 സെക്ഷനാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് പേസ്റ്റാക്കിയിട്ട് ചേർക്കാനും, ഒന്ന് വെറുതെ നമ്മൾക്കിങ്ങനെ കടിക്കാനൊക്കെ. നമ്മൾ ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ കുഞ്ചുവിന് രസിക്കാനായിട്ട് കുറച്ച് ഇഞ്ചി കൂടി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല എരിവ് അതൊക്കെയുള്ള നല്ല കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. ലച്ചുവിനിങ്ങനെ കറിയൊക്കെ ഇട്ട് വെച്ചാൽ താല്പര്യമില്ല, പക്ഷെ അവനിങ്ങനെ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയാൽ അവൻ കഴിക്കൂട്ടാ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഇടിച്ച് ചതച്ചൊരു പരിവാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണമെന്ന് പറഞ്ഞല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയും അതായാലും ഞങ്ങൾ ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പോർക്ക് വേവിക്കുന്ന സമയത്ത് അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഉള്ളി വഴറ്റാനും നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളതിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഗ്രേവിയോ അങ്ങനെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് ആവശ്യമുണ്ടോ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം വേറെ എന്തൊക്കെ ഇത്തിരി കൂടുകയോ കുറയോ ചെയ്താലും പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അല്ലേ. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളതുപോലെ നേരത്തെ ചൂടാക്കി വെച്ചില്ലേ മല്ലിപ്പൊടി, മുളകും പൊടി, അതൊക്കെ. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും തീയൊന്ന് കുറച്ച് വയ്ക്കുക, അത് കരിഞ്ഞു പോകണ്ട. എന്നാൽ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. അതായത് നല്ല കളറ് കറിക്ക് കിട്ടണമെങ്കിൽ ഈ എണ്ണയിൽ കിടന്ന് ആ പൊടികളൊക്കെ ഒന്ന് കളറ് ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ പോർക്ക് വേവിക്കുമ്പോൾ ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുറേ അധികം പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ നെയ്യ് നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ അത് ഭയങ്കര കലങ്ങിയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ചെറിയ ചെറിയ പീസായതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് തന്നെ മസാല പിടിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇത് മഴ എന്നേക്കാൾ ഉച്ചത്തിൽ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ അതിനേക്കാൾ ഉച്ചത്തിൽ ഞാൻ ഓളിയിട്ടോളാം കേട്ടോ, നിങ്ങൾ കേട്ടാൽ മതി. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോൾ ഓൾറെഡി കുക്കാണ് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ ആ കുക്കിംഗ് ടൈം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിൽ കിടന്നിട്ടുള്ള ഒരു ലാസ്റ്റ് മിക്സിങ് മാത്രമേ ബാക്കിയുള്ളത്, ഇതിൽ കുറേ കിടന്ന് വേവാനൊന്നുമില്ല കേട്ടോ. ഇതിലെങ്ങനെ ജസ്റ്റ് ഒന്ന് എണ്ണ തെളിയുന്ന വരെ വരട്ടി അങ്ങനെ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നാളേക്ക് നമ്മളിത് കഴിക്കില്ല. അപ്പം എന്താ പറയുക, കുറേ കറി പോലെ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ചിലവാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ റോസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പിന്നെ ഇങ്ങനെ ചുരുങ്ങുമല്ലോ, നമ്മൾ ഇത് വേവിക്കുമ്പോൾ നന്നാക്കി ക്ലീൻ ചെയ്ത് അത്രയൊന്നും അളവുണ്ടാവില്ല. അപ്പോൾ അതാ ഇരുമ്പ് ചീഞ്ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് മൊരിച്ച് എടുക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഡ്രൈ ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം, ബീഫിൻ്റെ പോലെ തന്നെ നല്ലത് തന്നെയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ നളികേരമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് അതിൻ്റെ മണം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അവസാന സമയത്ത് നമ്മൾ ഈ പെരിഞ്ജീരകവും അതുപോലെ മസാലകളും കടുകും അങ്ങനെയുള്ള കൂടി ചേർത്ത് നല്ല അത്യാവശ്യം ഫൈൻ പൗഡർ, ചെറിയ തരിതരിപ്പുണ്ടായാലും ഒരു വിഷയമില്ല, എന്നാലും അത്യാവശ്യം ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്യുക, എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ അതിൻ്റെ ഫ്ലേവറൊക്കെ എത്തട്ടെ കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നേരം അങ്ങനെ അടച്ചു വെച്ച്, അതുപോലെ നടുക്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കി നമ്മൾ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ
അതൊന്നുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഊർന്ന് വരും. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അതിങ്ങനെ തെക്കിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിന് എണ്ണ എന്താ പറഞ്ഞില്ല, എണ്ണ കൂടുതലാണെന്ന് തോന്നുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ എണ്ണ തെക്കി മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ കഴിക്കാറുള്ളൂ. നമ്മൾ എപ്പോഴും പച്ചമുളകൊക്കെ അതിൻ്റെ ആ ഒരു ഭംഗി പോവാതിരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു നല്ല സ്മെല്ലുണ്ട്. അപ്പം അതൊക്കെ അവസാന സമയത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അവസാന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ഇങ്ങനെ തട്ടി പൊത്തി വെക്കണ സമയത്ത് വീണ്ടും അതിലേക്ക് ഗ്രേവിയൊക്കെ കയറും. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു വാടിയ മണമൊക്കെ കറിയിലേക്ക് ഇറങ്ങും. അങ്ങനെ രണ്ടും കൂടി നല്ല അടിപൊളി കോമ്പിനേഷനായിട്ട് നിൽക്കും. ഇത് കണ്ടോ, ഇത്രയും നമുക്കിങ്ങനെ ചുരുങ്ങി പോയിട്ടുണ്ട്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ആ കുരുമുളകിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും സ്മെല്ലാണ്. വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ടാലും ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് നമ്മൾ ഇത്തിരി ഒന്നും ഇങ്ങനെ മാറ്റി വയ്ക്കുക. ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ചട്ടി ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചട്ടിയിൽ അധികം സമയം നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് വയ്ക്കാൻ പാടില്ല. കാര്യം അങ്ങനെ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഇരുന്നാൽ അതിങ്ങനെ ഒരു കറുത്ത കളർ വരും. അതുപോലെ തന്നെ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ നമ്മളെപ്പോഴും കൈയോടെ തന്നെ കുക്ക് ചെയ്ത ഭക്ഷണം വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് മാത്രം ഇതിലേക്ക് പകർത്തിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലാക്കി മാറ്റി വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് എല്ലാം കൂടി മിക്സായിട്ട് അതിൻ്റെ തൊലിയുടെ പീസുണ്ട്, ഉള്ളിറച്ചിയുണ്ട്, അതിൻ്റെ ഒരു വെള്ളയുണ്ട്, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ് ഇതായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു. നല്ല മഴയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം.